പശുവിന്റെ പേരിൽ ഭാരത് മാതാ കി ജയ് വിളിപ്പിക്കുന്നത് ദേശസ്നേഹമല്ലെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. മതത്തിന്റെ മൂല്യം ഇല്ലാതാവുകയും അത് അധികാര വഴിയാവുകയും ചെയ്യുമ്പോഴാണ് മതം വർഗീയമാകുന്നതെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കണ്ണൂരിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സങ്കുചിത ദേശീയവാദത്തെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ പറഞ്ഞു. ദളിതനെയോ പശുമാംസം കഴിക്കുന്ന മുസ്ലിമിനെയോ വളച്ചു നിർത്തി പുറത്തടിച്ച് ഭാരത് മാതാ കി ജയ് വിളിക്കുന്നതിനെ ആത്മാർത്ഥമായ ദേശസ്നേഹമെന്ന് വിളിക്കാൻ കഴിയില്ല. ഒരു ദളിതനെയോ അല്ലെങ്കിൽ ഒരു പശു മാംസം കഴിക്കുന്ന ആളെയോ ഒരു മുസ്ലിമിനെയോ വളച്ചു നിർത്തി പുറത്തിടിച്ച് ഭാരത് മാതാ കി ജയ് എന്ന് പറയിപ്പിക്കുന്ന അല്ലെങ്കിൽ ജയ് ഹിന്ദ് എന്ന് പറയിപ്പിക്കുന്ന ദേശീയതയെ നമുക്ക് യഥാർത്ഥമായ ആത്മാർത്ഥമായ ദേശസ്നേഹം എന്ന് വിളിക്കാനാവില്ല. അതുകൊണ്ട് ദേശസ്നേഹം, ദേശീയവാദം എന്നീ രണ്ട് വാക്കുകൾ തമ്മിലുള്ള അന്തരം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം എല്ലാം ദേശസ്നേഹികളാണ്, അത് വളരെ സ്വാഭാവികവുമാണ്. മൃഗങ്ങൾക്ക് പോലും അവർ താമസിക്കുന്ന ഇടങ്ങളോട് സവിശേഷമായ ഒരു ആത്മബന്ധം ഉണ്ടാകും. നാം ദേശസ്നേഹികളാണ്. പക്ഷേ ഈ ദേശസ്നേഹം അത് അഹന്തയായി മാറുകയും അത് ചിലരുടെ മാത്രം കുത്തകയായി മാറുകയും അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയും അത് യുദ്ധങ്ങളിലേക്ക് നയിക്കുകയും വീരവാദങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമ്പോൾ മറ്റു ദേശങ്ങളിലൊന്നും സംസ്കാരമോ പരിഷ്കാരമോ എത്തിയിട്ടില്ല എന്ന് നാം ധരിക്കാൻ തുടങ്ങുമ്പോൾ ആ നിമിഷം ലോകത്തെ സംബന്ധിച്ച്, മനുഷ്യവംശത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം വിപൽക്കരമായ ഒരു നിമിഷമാണ്. അതുകൊണ്ട് ഈ സങ്കുചിതമായ ദേശീയവാദം തീർച്ചയായും പ്രതിരോധിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം ഇന്ന് കാണേണ്ടതുണ്ട്. ദേശസ്നേഹം ചിലരുടെ മാത്രം കുത്തകയായി മാറുന്നതും അത് വീരവാദത്തിലേക്കും യുദ്ധത്തിലേക്കും നയിക്കപ്പെടുന്നതും അങ്ങേയറ്റം ആപൽക്കരമാണ്. ഹിന്ദുത്വവാദികളാണ് ഇതിന്റെ വക്താക്കൾ. ഹിന്ദു എന്ന മതം ഒരു കാലത്തും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. മതം കേവലം അധികാരോപാധി മാത്രമായി മാറുമ്പോഴാണ് വർഗീയമാകുന്നത്. ഹിന്ദുത്വം ഒറ്റക്കല്ല നമ്മളെ ഭരിക്കുന്നത്. അതിന് കോർപ്പറേറ്റുകളുടെയും മാധ്യമങ്ങളുടെയും പിന്തുണയുണ്ട്. മതത്തിന്റെ മൂല്യങ്ങൾ, മതത്തിന് ജന്മം നൽകിയ മൂല്യങ്ങൾ ഇല്ലാതാവുകയും മതം കേവലമായ ഒരു അധികാരോപാധിയായി മാറുകയും ചെയ്യുമ്പോഴാണ് അത് വർഗീയതയായി മാറുന്നത്. ഹിന്ദുത്വം ഒറ്റയ്ക്കല്ല നമ്മെ ഭരിക്കുന്നത്, അതിന് സാധ്യവുമല്ല. അതിന് സാമ്പത്തിക സ്രോതസ്സുകൾ ആവശ്യമുണ്ട്. അതിന് കോർപ്പറേറ്റുകളുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ, മാധ്യമങ്ങളുടെ പിന്തുണയില്ലായിരുന്നെങ്കിൽ, അതിന് പല രീതിയിൽ പ്രചാരണം നടത്താനുള്ള ഒരു മഹായന്ത്രം ഇല്ലായിരുന്നെങ്കിൽ അതിന് ഒറ്റയ്ക്ക് ഇത്രയേറെ ശക്തി നേടാൻ കഴിയുമായിരുന്നില്ല. കണ്ണൂരിൽ നടക്കുന്ന പുരോഗമന കലാസാഹിത്യ സംഘം 13ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇ കെ നായനാർ അക്കാദമിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സച്ചിദാനന്ദൻ. സംസ്ഥാന പ്രസിഡന്റ് ഷാജി എൻ കരുൺ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് ടി പത്മനാഭൻ, എം മുകുന്ദൻ, കെ എൻ കുഞ്ഞഹമ്മദ്, സുനിൽ പി ഇളയടം, തമിഴ് എഴുത്തുകാരൻ ആദവൻ ദീക്ഷണ്യ എന്നിവർ സംസാരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി, ഡോക്ടർ വി ശിവദാസൻ എം പി, സ്വാഗത സംഘം ചെയർമാൻ കെ വി സുമേഷ് MLA, കൺവീനർ നാരായണൻ കാവുമ്പായി തുടങ്ങിയവരും സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 650ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനം ബുധനാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.